വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശിയായ 7 വയസ്സുകാരന്റെ കിഡ്നി കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ എത്തിച്ചു. കണ്ണൂർ സ്വദേശിയായ 17കാരന്റെ ശരീരത്തിൽ കിഡ്നി സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയാ നടപടികൾ പൂർത്തിയായി. 5.5 മണിക്കൂർ മാത്രം എടുത്താണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ കിഡ്നി കോഴിക്കോട് എത്തിച്ചത്. വൈകുന്നേരം 5:10 തിരുവനന്തപുരത്ത് നിന്നും കിഡ്നിയുമായി കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് ആശുപത്രിയിൽ എത്തുന്നത്. വഴിയിലുടനീളം കേരള പോലീസിന്റെ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ സജ്ജീകരിച്ചിരുന്നു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 5.5 മണിക്കൂർ കൊണ്ടാണ് കാട്ടാക്കട സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ മറികടന്നത്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു, അവർ നല്ല രീതിയിൽ റോഡ് ക്ലിയർ ചെയ്തു. വേറെ വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കണ്ണൂർ സ്വദേശിയായ 17 വയസ്സുകാരനിലേക്കാണ് വൃക്ക കൈമാറ്റം നടക്കുക. ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചു. നമ്മുടെ നാട്ടിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ പലർക്ക് ജീവൻ നൽകുന്ന ഒരു പുണ്യം നിറഞ്ഞൊരു സന്ദർഭമാണ് ഇത്. നമ്മളെല്ലാവരും ബഹുമാനത്തോടെ ആദരവോടെ കാണേണ്ട ഒരു സന്ദർഭമാണ്. ഇത്രയും ദൂരം റോഡ് മാർഗം അവയവ കൈമാറ്റത്തിന് ഉപയോഗിച്ചതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് എയർ ആംബുലൻസ് ഉപയോഗിച്ച് അവയവ കൈമാറ്റം നടത്തിയിരുന്നു. എന്നാൽ ആ സജ്ജീകരണം ഇപ്പോൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.